നോട്ടു നിരോധനത്തിന് പിന്നാലെ 2 വർഷം കൊണ്ട് രാജ്യത്ത് തൊഴിൽ നഷ്ടപ്പെട്ടത് 50 ലക്ഷം പേർക്ക്. ബംഗളൂരുവിലെ അസീം പ്രേംജി സർവകലാശാലയുടെ പഠന റിപ്പോർട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. തൊഴിലില്ലായ്മ ഏറ്റവും ഉയർന്ന നിരക്കിലെന്ന കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് ചോർന്നതിന് പിന്നാലെയാണ് മോദി സർക്കാരിന്റെ ഭരണപരാജയം വ്യക്തമാക്കുന്ന പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, നേരത്തെ ലേബർ ബ്യൂറോയുടെ ഔദ്യോഗിക ഏജൻസിയായ സർക്കാർ ഏജൻസിയായ ലേബർ ബ്യൂറോയുടെ കണക്കുകളടക്കം പുറത്തു വന്നിരുന്നു. എന്നാൽ നിരവധി റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പൂഴ്ത്തുകയും ചെയ്തിരുന്നു. സർക്കാർ ഏജൻസി അവസാന വർഷങ്ങളിൽ പുറത്തുവിട്ട തൊഴിലില്ലായ്മയുടെ കണക്കുകൾ പുറത്തെത്തുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതിയും നൽകാത്ത ഒരു സാഹചര്യത്തിലാണ് മോദിയുടെ ഭരണപരാജയം സാധൂകരിക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. എന്താണ് അസീം പ്രേംജി സർവകലാശാലയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? തൊഴിലില്ലായ്മ എത്ര ശതമാനമാണ്? ജോർജറ്റ്, 2016 നവംബറിൽ നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാജ്യത്ത് തൊഴിലില്ലായ്മയുടെ നിരക്ക് വളരെ ഗണ്യമായി കൂടിയെന്നും ഈ 2018 നവംബർ വരെ 50 ലക്ഷം ഈ 2 വർഷ കാലയളവിൽ 50 ലക്ഷം പേർക്ക് ജോലി നഷ്ടമായെന്നുമാണ് ഇപ്പോൾ ബാംഗ്ലൂരിലെ അസീം പ്രേംജി സർവകലാശാലയുടെ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ GST ഈ ഒരു തൊഴിലില്ലായ്മയ്ക്ക് കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നോട്ട് നിരോധനം തന്നെയാണ് തൊഴിൽ നഷ്ടത്തിന് കാരണമെന്ന് കൃത്യമായി പറയാനാകില്ലെങ്കിലും നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെയാണ് ഈ തൊഴിൽ നഷ്ടത്തിന്റെ നിരക്ക് വളരെ ഗണ്യമായി കൂടിയതെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നോട്ട് നിരോധനവും GSTയും അസംഘടിത മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആഘാതമുണ്ടാക്കിയത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ തൊഴിലിന്റെ കാര്യത്തിലും അവരുടെ തൊഴിലില്ലായ്മ നിരക്കും ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ 2017-2018 വർഷത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 45 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ തന്നെ റിപ്പോർട്ട് ഈ വർഷം ആദ്യം ചോർന്നിരുന്നു. ഇത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ റിപ്പോർട്ടായിരുന്നു. ഇതിൽ 6.1% തൊഴിലില്ലായ്മയുടെ നിരക്ക് കാണിച്ചിരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് 2 കോടി തൊഴിൽ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അധികാരത്തിൽ എത്തുന്നത്. എന്നാൽ ഈ നൽകിയ വാഗ്ദാനങ്ങൾ, ചെറുപ്പക്കാർക്ക് നൽകിയ തൊഴിൽ നൽകാമെന്നുള്ള വാഗ്ദാനങ്ങളൊന്നും തന്നെ നിറവേറ്റാൻ മോദി സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. ഈ 5 വർഷ കാലയളവിൽ തൊഴിൽ നഷ്ടപ്പെടുന്നതല്ലാതെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പോലും മോദി സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പോലും റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെച്ചിരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു വിശദീകരണം എന്ന് പറയുന്നത്, അന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ ആയിരുന്നു ഇതിലൊരു വിശദീകരണം നൽകിയത്. അത് ഈ റിപ്പോർട്ട് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടില്ലെന്നായിരുന്നു അന്ന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വന്ന ഒരു റിപ്പോർട്ട്. എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ മോദി സർക്കാരിന്റെ ഈ ഒരു ഭരണപരാജയം വ്യക്തമാക്കിക്കൊണ്ടുള്ള ബാംഗ്ലൂരിലെ അസീം പ്രേംജി സർവകലാശാലയുടെ കൂടി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തു തന്നെയാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 2 വർഷ കാലയളവിൽ ഇന്ത്യയിൽ ജോലി നഷ്ടപ്പെട്ടവരുടെ എണ്ണം 50 ലക്ഷം എത്തിയിരിക്കുന്നു എന്നാണ് ജോർജറ്റ്. അതുതന്നെയാണ് ഈ തൊഴിലില്ലായ്മ രാജ്യത്ത് വളരെ വലിയ അരക്ഷിതാവസ്ഥയാണ് ഉണ്ടാക്കുക. പ്രത്യേകിച്ച് യുവജനങ്ങളിൽ, യുവതയിൽ വളരെ വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ നോട്ട് നിരോധനം. തൊഴിലില്ലായ്മ. നോട്ട് നിരോധനവും GSTയും അടക്കമുള്ള കാര്യങ്ങൾ രാജ്യത്തെ ഏത് നിലയിൽ തകർത്തു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. വ്യവസായമായി വളരെ വലിയ തകർച്ചയാണ് നേരിട്ടത്. തൊഴിൽ മേഖല ആകെ തകർന്ന ഒരു സാഹചര്യം. അവിടെ നിന്ന് തൊഴിൽ നഷ്ടം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ തൊഴിൽ നഷ്ടത്തിന് കേന്ദ്ര സർക്കാരിന്റെ എന്തൊക്കെ നയങ്ങളാണ് ഇക്കാര്യത്തിൽ വില്ലനായി തീർന്നത് തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നതിന്? എന്താണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്? ജോർജറ്റ്, നോട്ട് നിരോധനത്തിന് പിന്നാലെയാണ് ഈ ഒരു തൊഴിൽ നഷ്ടം ഇത്രയും ഗണ്യമായ രീതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നതും ഈ നോട്ട് നിരോധനവും അതുപോലെ തന്നെ GST പ്രഖ്യാപിച്ചതുമാണ്. ഈ 2 നയങ്ങളും ഇന്ത്യയിലെ വ്യവസായ മേഖലയെ വളരെയധികം പിടിച്ചു കുലുക്കുകയുണ്ടായി. ഇങ്ങനെ ഈ ഒരു വ്യവസായ മേഖലയിൽ വന്ന ഒരു തകർച്ചയാണ് അത് പിന്നീട് തൊഴിലില്ലായ്മയിലേക്കും പലർക്കും തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അത് തന്നെ ഈ റിപ്പോർട്ടിലും വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിൽ നഷ്ടം ഉണ്ടായിരിക്കുന്നത് അസംഘടിത മേഖലയിലാണ്. ഈ അസംഘടിത മേഖലയിൽ GST പ്രഖ്യാപനവും അതുപോലെ തന്നെ നോട്ട് നിരോധനവും വളരെ വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആഘാതം ആണ് ഇപ്പോൾ ഈ ഒരു 50 ലക്ഷം ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോട്ട് നിരോധനമാണ് തൊഴിൽ നഷ്ടത്തിന്റെ പ്രധാന കാരണമെന്ന് കൃത്യമായി പറയാനാകില്ലെന്നും എന്നാൽ നോട്ട് നിരോധനം ഒരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു.
അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ടുള്ള ഒരു നയപരമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ജോർജ്, വ്യക്തമാണ്. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഉയർന്നിരിക്കുന്നു. 50 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് വിഷ്ണു നൽകിയത്. പീപ്പിൾ ഇൻവെസ്റ്റിഗേഷൻ. സ്വാമി ചിദാനന്ദപുരിയുടെ കൊളത്തൂർ അദ്വൈതാശ്രമം RSS ക്രിമിനലുകളുടെ ഒളിത്താവളം. മുഖ്യമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിയ RSS പ്രവർത്തകൻ വിജേഷ് ഒളിവിൽ കഴിഞ്ഞത് കൊളത്തൂർ അദ്വൈതാശ്രമത്തിലായിരുന്നു. പല ക്രിമിനൽ കേസുകളിലെയും പ്രതികളെ പാർപ്പിക്കുന്നത് ഈ ആശ്രമത്തിലാണെന്നും ചിദാനന്ദപുരിയുടെ അറിവോടെയാണ് ഇതെന്നും പോലീസ് പറയുന്നു. ശബരിമല കർമ്മസമിതിയുടെ മുഖ്യ രക്ഷാധികാരി കൂടിയാണ് സ്വാമി ചിദാനന്ദപുരി. കൊയിലാണ്ടി പിഷാരിക്കാവ് സ്വദേശി വിശ്വംഭരന്റെ മകൻ സത്യനാഥൻ 25 വർഷങ്ങൾക്ക് മുമ്പാണ് നന്മണ്ട പഞ്ചായത്തിലെ കൊളത്തൂരിൽ എത്തുന്നത്. പിന്നീട് ചിദാനന്ദപുരി എന്ന പേരിൽ സ്വാമിയായി എന്ന് സ്വയം അവകാശപ്പെട്ട ഇയാൾ കൊളത്തൂരിൽ ആശ്രമം തുടങ്ങി. പിന്നീട് ഇങ്ങോട്ട് ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു ചിദാനന്ദപുരിയുടെ ജീവിതവും ആശ്രമത്തിലെ പ്രവർത്തനങ്ങളും. ശബരിമല കർമ്മസമിതിയുടെ മുഖ്യ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന ചിദാനന്ദപുരി വർഗീയ വിദ്വേഷം പടർത്തുന്ന പ്രസംഗങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ ആളാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന RSS പ്രവർത്തകരെ ഒളിവിൽ പാർപ്പിക്കുന്നതും അദ്വൈതാശ്രമത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വധഭീഷണി മുഴക്കിയ കേസിലെ പ്രതി RSSന്റെ സജീവ പ്രവർത്തകൻ കണ്ണൂർ ചെറുതാഴത്തെ വിജേഷിനെ ഒളിവിൽ പാർപ്പിച്ച ആശ്രമത്തിലായിരുന്നു. P. ജയരാജൻ, TA മധുസൂദനൻ തുടങ്ങിയ CPIM നേതാക്കൾക്കെതിരെയും ഇയാൾ വധഭീഷണി മുഴക്കിയിരുന്നു. വധഭീഷണി, കലാപമുണ്ടാക്കാൻ ശ്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കണ്ണൂർ ടൗൺ SI ആയിരുന്ന ശ്രീജിത്ത് കൊടേരിയും സംഘവും 2018 നവംബർ 2-ന് വിജേഷിനെ കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ചിദാനന്ദപുരിയുടെ അറിവോടെയാണ് ഇയാളെ ആശ്രമത്തിൽ പാർപ്പിച്ചതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. പ്രമാദമായ പല കേസുകളിലെയും പ്രതികൾ ഈ ആശ്രമത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നുവെന്നാണ് വിവരം. ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്നതാകട്ടെ സ്വാമി ചിദാനന്ദപുരിയും. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. രാഹുൽ ഗാന്ധിയെ ബഹിഷ്കരിച്ച് വടകരയിലെ UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ. രാഹുൽ ഗാന്ധി പങ്കെടുത്ത കണ്ണൂരിലെ യോഗത്തിലും തിരുവമ്പാടിയിലെ പൊതുയോഗത്തിലും മുരളീധരൻ പങ്കെടുത്തില്ല. വടകരയിൽ കോൺഗ്രസ് നേതൃത്വം കാട്ടുന്ന നിസ്സഹകരണത്തിൽ പ്രതിഷേധിച്ചാണ് മുരളീധരന്റെ ബഹിഷ്കരണം. കൂടുതൽ വിവരങ്ങളുമായി PV കുട്ടൻ ചേരുകയാണ്. PV കുട്ടൻ, 2 പരിപാടികളിൽ നിന്നാണ് മുരളീധരൻ വിട്ടുനിന്നത്. അതും കോൺഗ്രസിന്റെ അധ്യക്ഷൻ പങ്കെടുത്ത പരിപാടിയിൽ പ്രതിഷേധ സൂചകമായി മുരളീധരൻ വിട്ടുനിൽക്കുകയായിരുന്നു. വിട്ടുനിൽക്കാനുള്ള കാരണം എന്താണ്? മറ്റു വിവരങ്ങൾ എന്താണ്? ജോർജറ്റ്, കോൺഗ്രസിന്റെ മലബാറിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗമായിരുന്നു ഇന്ന് രാവിലെ കണ്ണൂരിൽ നടന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളൊക്കെ മുകുൾ വാസനിക് ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കണ്ണൂരിലെയും കാസർകോട്ടെയും UDF സ്ഥാനാർത്ഥികളായ K. സുധാകരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ വടകരയിലെ സ്ഥാനാർത്ഥിയായ K. മുരളീധരനും ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം യോഗം ബഹിഷ്കരിച്ചു. ഉച്ചയ്ക്ക് തിരുവമ്പാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത പൊതുയോഗത്തിൽ നിന്നും മുരളി വിട്ടുനിന്നു. വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നേതൃത്വം കാട്ടുന്ന നിസ്സഹകരണത്തിൽ പ്രതിഷേധിച്ചാണ് മുരളിയുടെ നടപടിയെന്നാണ് സൂചന. പ്രാദേശിക നേതൃത്വത്തിന്റെ നിസ്സഹകരണം ചൂണ്ടിക്കാട്ടി ശശി തരൂരിനൊപ്പം മുരളീധരനും ഹൈക്കമാൻഡിന് പരാതി നൽകിയിരുന്നു. എന്നാൽ തരൂരിന്റെ പരാതി തീർപ്പാക്കാൻ ഉടൻ ഇടപെട്ട കേന്ദ്ര നേതൃത്വം പക്ഷേ മുരളീധരന്റെ പരാതി അവഗണിച്ചു. ഇതിൽ മുരളീധരൻ കടുത്ത അതൃപ്തിയിലാണ്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് മുരളീധരൻ രാഹുൽ ഗാന്ധിയുടെ പരിപാടി ബഹിഷ്കരിച്ചതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ജോർജറ്റ്, അതായത് പരാതി നൽകിയിട്ടും അത് പരിഹരിക്കാൻ നേതൃത്വം തയ്യാറായില്ല എന്ന് തന്നെയുള്ള സൂചനകളാണ്. AICC അതിന് തയ്യാറാകാത്തതിലുള്ള പ്രതിഷേധം തന്നെയാണ് മുരളീധരൻ രേഖപ്പെടുത്തിയത്. PV കുട്ടൻ, ജോർജറ്റ്, ശശി തരൂർ പരാതി നൽകിയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഹൈക്കമാൻഡ് നിരീക്ഷകനെ അയച്ചു. അവിടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വളരെ കർശനമായി തന്നെ ചില കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു. എന്നാൽ K. മുരളീധരന് വേണ്ടി അത്തരം ഒരു നീക്കം ആരും നടത്തിയില്ല എന്നുള്ള പരാതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം മുതിർന്ന നേതാവ് കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ പ്രാദേശിക നേതൃത്വം പൂർണ്ണമായും നിസ്സഹകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കേണ്ട നേതാക്കളൊക്കെ, ജില്ലയിലെ നേതാക്കളും ഒക്കെ വയനാട്ടിലേക്ക് കൂട്ടത്തോടെ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നു. ഈ ഒരു ഘട്ടത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു എന്ന പരാതി മുരളീധരനുണ്ട്. അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതിലാണ് അദ്ദേഹത്തിന്റെ വലിയ പരിഭവവും പരാതിയും. വ്യക്തമാണ്. രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടികൾ K. മുരളീധരൻ ബഹിഷ്കരിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് PV കുട്ടൻ നൽകിയത്. സ്ത്രീത്വത്തെ പരസ്യമായി അപമാനിക്കുന്ന വിധം വീഡിയോ പ്രചരിപ്പിച്ചതിന് കോൺഗ്രസ് നേതാവും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ K. സുധാകരനെതിരെ കേരള വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു.
ഓളെ പഠിപ്പിച്ച് ടീച്ചറാക്കിയത് വെറുതെ ആയി എന്ന കുറിപ്പോടെയായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്തത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുകയും വിവാദമാകുകയും ചെയ്തിരുന്നു വീഡിയോ. വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈനിന്റെ നിർദ്ദേശപ്രകാരം സുധാകരനെതിരെ കേസെടുത്തിരിക്കുന്നത്.